യാഗശാലയാകുന്ന അനന്തപുരി. പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ഇന്നലെ തൊട്ടേ ഭക്ത ലക്ഷങ്ങൾ ഒഴുകുകയായിരുന്നു ആറ്റുകാൽ പരിസരത്തേക്ക്. അടുപ്പ് കൂട്ടി പ്രാർത്ഥിച്ച് എല്ലാ സാമഗ്രികളും ഒരുക്കിവെച്ച് പൊങ്കാല നിവേദ്യം സമർപ്പിക്കാനായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ആറ്റുകാൽ പരിസരവും. തലസ്ഥാന നഗരി മുഴുവനായി തന്നെ ഞങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള വനിതാ സംഘം തന്നെ അവിടെ പല ഭാഗത്തു നിന്ന്, തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആ പൊങ്കാല പൾസുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഭക്ത ലക്ഷങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം അനുശ്രീയുണ്ട്, ഒപ്പം MG രേണുകയും ചേരുന്നു. ആദ്യം രേണുക, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരത്തെ തന്നെ അവിടെ വന്ന് തലേ ദിവസം തന്നെ വന്ന് സ്ഥലം പിടിച്ച് കല്ല് കൂട്ടി വെച്ച് അങ്ങനെ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഇനിയിപ്പോ 1.25 മണിക്കൂർ കൂടിയാണ് ഈ ചടങ്ങ് തുടങ്ങാനുള്ള സമയമാകുന്നത്. കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഈ ഒരു വർഷത്തിന് ശേഷം ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കാൻ എത്തുന്ന ഭക്തരുടെ പ്രതികരണങ്ങളൊക്കെ ഈ സമയത്ത്? അപർണ, ഓരോ വർഷവും ആറ്റുകാൽ അമ്മയെ തേടി എത്തുന്നവരുടെ എണ്ണം, അമ്മയുടെ അനുഗ്രഹം തേടി എത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. ഇന്നലെ രാത്രി ആ അമ്പലത്തിലേക്കുള്ള ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. അത്രയും ഭക്തർ ജനങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലായി എത്തുന്നു എന്ന് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടതാണ്. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. നമ്മൾ കിഴക്കേക്കോട്ടയിലെ ഏറ്റവും തിരക്കേറിയ റോഡിൽ നിൽക്കുമ്പോൾ അവിടെ എത്ര വരികളിലായി കലങ്ങൾ നിരന്നിരിക്കുന്നു എന്നത് കാണാം. എത്ര വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നത് കാണാം. നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുള്ള ആ വലിയ കവാടത്തിന് ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കവാടത്തിൽ നമുക്കറിയാം, ആദ്യം ദർശനം നടത്തി തിരിച്ചു വരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ദർശനം നടത്തി ഇനി പൊങ്കാലക്കാലങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് പോവുകയാണ്. ആ തിരക്ക് അല്പം ഒന്ന് ശമിച്ചത് ഇപ്പോഴാണ്. കാരണം ഇനി വളരെ വേഗം തങ്ങളുടെ പൊങ്കാല ഇടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുക, അവിടെ പൊങ്കാല അർപ്പിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങുന്നവരുടെ തിരക്കാണ് കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നടു റോഡിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന റോഡിൽ ആ റോഡിൽ കലം കൂട്ടി അവിടെ പൊങ്കാല നിവേദ്യം അർപ്പിക്കാനുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് കാണാം. പലതരത്തിലുള്ള വിഭവങ്ങൾ. ചേച്ചി, ഏതാണ്ട് 10ഓളം വിഭവങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത്തവണ? ഞാൻ വെള്ള നിവേദ്യം, പായസം, ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി. ക്ഷേത്രത്തിലൊക്കെ പോയായിരുന്നോ? പോയി. മെനയാന്നും പോയി, ഇന്ന് രാവിലെ പോയി. നാരങ്ങ വിളക്ക് എത്തിച്ചു. ദേവി അങ്ങ് അനുഗ്രഹിച്ചു. എത്ര തിരക്കുള്ള റോഡിലായിരിക്കുന്നറിയാമോ? എത്ര ഫ്രീ ആയിട്ട്. പിന്നെ ഞാൻ എന്നും ബസ് കയറുന്ന കിഴക്കേക്കോട്ടെ. ഇന്നൊരു ദിവസം മാത്രമേ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ. അതെ അതെ അതെ. ഏറ്റവും തിരക്കേറിയ ഏതാണ്ട് റോഡിന്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ആ ചേച്ചി ഇരിക്കുന്നത്. അത്രമാത്രം റോഡ് കയ്യേറി എന്ന് നമ്മൾ പറയുകയാണ്. അങ്ങനെ പൊങ്കാല അർപ്പിക്കുകയാണ് എല്ലാവരും. ചേച്ചി എവിടെ നിന്നാ? കണിയാപുരം. കുറെ നേരമായി തേങ്ങയായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങിയിട്ട്. അതെ അതെ, 2 തേങ്ങ. 2 തേങ്ങയാണ്. അപ്പൊ ഒരുപാട് വിഭവം ഉണ്ടോ? ഞാനും ചേച്ചിയും ഉണ്ട്. ഓക്കെ. എന്തായാലും തേങ്ങ തിരുകുന്നത് വളരെ എളുപ്പമുള്ള പണികളാണ് നമ്മൾ എല്ലാവരും വീട്ടിൽ ചെയ്യാണ്. പക്ഷെ ഇവിടെ കൈകൊണ്ട് അത് തിരികെ എടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ആ ചേച്ചി ഒരുപാട് നേരമായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ ഇവിടെ നിന്നതിനൊരു പ്രധാന കാരണമുണ്ട് അപർണ. നമുക്കറിയാം, ഓരോ പൊങ്കാല കലങ്ങൾക്കും പിന്നിൽ ഓരോ പ്രാർത്ഥനയുണ്ട്, ഓരോ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹ സബലീകരണത്തിനായിട്ടാണ് ഓരോരുത്തരും പൊങ്കാല അർപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്നത് വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെയും കിഴക്കേക്കോട്ട പൗരസമിതിയുടെയും ഒരു പൊങ്കാലയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ പൊങ്കാലയ്ക്ക് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ലഹരിയുടെയും അക്രമത്തിന്റെയും ഒക്കെ വാർത്തകളാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ അത് വളരെയധികം കുലുക്കിയ സംഭവമാണ്. നമ്മളുടെ നാട്ടിന് തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി ലഹരി ഉപയോഗവും അക്രമ സംഭവങ്ങളും ഒക്കെ മാറുമ്പോൾ അതിനെതിരെ ഒരു സന്ദേശം നൽകുക, അമ്മയുടെ അനുഗ്രഹം തേടുകയാണ് അവർ വെച്ചിരിക്കുന്ന ബാനർ നമുക്ക് കാണാം. ലഹരിക്കും അക്രമത്തിനും
എല്ലാത്തിനുമെതിരെ അമ്മ മനസ്സ് ആറ്റുകാലമ്മയ്ക്ക് പിടിയരി പൊങ്കാല എന്നതാണ്. അപ്പോൾ ആ പിടിയരി പൊങ്കാല അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം തേടുകയാണ് നമ്മളുടെ പുതിയ തലമുറയെ അക്രമത്തിന്റെയും ലഹരിയുടെയും വഴിയിൽ നിന്ന് മാറ്റി സഞ്ചരിക്കുക. അങ്ങനെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് വലിയൊരു ആഗ്രഹ സഫലീകരണത്തിനായുള്ള ഒരു പൊങ്കാലയാണ് ഇവിടെ ഒരുങ്ങുന്നത്. അത് വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റും കിഴക്കേക്കോട്ട പൗരസമിതിയും സംയുക്തമായിട്ടാണ് ഈ പൊങ്കാല ഇവിടെ ഒരുക്കുന്നത്. നമുക്കറിയാം വെൺപാലവട്ടത്ത് ഇപ്പോഴാണ് പൊങ്കാല കഴിഞ്ഞത്. അവിടെ ഇതിന് സമാനമായിട്ടുള്ള പ്രാർത്ഥനകൾ അവിടെ നടത്തി. ഇപ്പോൾ ആറ്റുകാലമ്മയുടെ കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നു, ആറ്റുകാലമ്മയുടെ കൂടി അനുഗ്രഹം തേടുന്നു പുതിയ തലമുറ. ഇവിടെ വന്ന് ഒരുപാട് കുട്ടികൾ ആ ബാനറിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തൊക്കെ മടങ്ങുന്നത് നമ്മൾ കണ്ടു. ഒരാളുടെ മനസ്സിലെങ്കിലും ഒരു പുതിയ സന്ദേശമാകാൻ കഴിഞ്ഞാൽ, ഒരാളെങ്കിലും ലഹരിയിൽ നിന്ന് മാറ്റി നടത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ നേട്ടമായി ഇവിടെ കാണുന്നു. ഇവിടെ സംഘാടകരുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് പിന്നിൽ? കിഴക്കേക്കോട്ട പൗരസമിതി ഈ കിഴക്കേ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ എല്ലാ വർഷങ്ങളിലും സമൂഹത്തിന് ഒരു സന്ദേശം നൽകുവാൻ വേണ്ടി നിരവധി സമൂഹത്തിന് നിരവധി വ്യത്യസ്തമായ പല സംഭവങ്ങളിൽ നിന്ന് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് പൊങ്കാലകൾ അർപ്പിക്കാറുണ്ട്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചു. കൽഭൂഷൺ യാദവിന്റെ പാകിസ്ഥാൻ ജയിലിൽ തടവുകാരന് കഴിയുന്ന കൽഭൂഷൺ യാദവിന്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ പൊങ്കാല അർപ്പിച്ചു. മാതൃത്വത്തിന് മാനം കാക്കാൻ വേണ്ടി കിഴക്കേക്കോട്ട പൗരസമിതി പൊങ്കാല അർപ്പിച്ചു. ലഹരി ഇപ്പോൾ ഞങ്ങൾ ലഹരി വേണ്ട, അക്രമം വേണ്ട എന്ന സന്ദേശം ലോകത്ത് നൽകുവാൻ വേണ്ടി മാതൃ മനസ്സുകളുടെ ഒരു സന്ദേശമാണ് നമ്മൾ ലോകത്ത് നൽകുന്നത്. അതിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടുകയാണ് നിങ്ങൾ. ആറ്റുകാൽ, അതായത് ഈ അമ്മ മനസ്സിന് പിന്തുണ കിട്ടാൻ വേണ്ടി ജനമനസ്സിന്റെ ഈ പ്രാർത്ഥന പ്രാവർത്തികമാകാൻ വേണ്ടി ആറ്റുകാലമ്മയ്ക്ക് ഞങ്ങൾ കിഴക്കേക്കോട്ട പൗരസമിതി ലഹരി വേണ്ട, അക്രമം വേണ്ട എന്ന സന്ദേശം ലോകത്ത് നൽകുകയാണ്. തീർച്ചയായും നമ്മൾ സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ അങ്ങനെ ഒരു സന്ദേശം നൽകുക എന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഇടമാണ്. അവിടെ അവർ ഇങ്ങനെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഒരു പൊങ്കാല ഏൽപ്പിക്കുന്നു. പിടിയരി പൊങ്കാലയാണ്, വലിയൊരു കലം, അതിൽ പൊങ്കാല അർപ്പിക്കുകയാണ്. ആ സന്ദേശം ഓരോ അമ്മമാരുടെ മനസ്സിലേക്കും ഓരോ കുട്ടികളുടെ മനസ്സിലേക്കും പകരുക. മോനെ ഈ പൊങ്കാല എന്തിനാണെന്ന് അറിയാമോ? ലഹരി ബന്ധത്തിനാണ് ലഹരി വേണ്ട എന്നാണ്, അക്രമം വേണ്ട എന്നാണ് ഈ പൊങ്കാലയോടെ നമുക്ക് മനസ്സിലാവുന്നത്. അറിയില്ല, ലഹരിക്കെതിരെയാണ് നടക്കുന്നതെന്ന അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഓരോ കുട്ടികളും, നമ്മൾ നേരത്തെ നിൽക്കുമ്പോൾ ഒരു വലിയ കുട്ടികളും ഒക്കെ വന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരിലും ആ ഒരു സന്ദേശം എത്തിക്കുക, അതിന് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടുക. ആശാ വർക്കർമാർ സമരം നടത്തുന്നത് സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാനാണെങ്കിൽ ഓരോ അമ്മമാരെയും ഇതിലേക്ക് നയിപ്പിക്കുക, അതിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടുക എന്നതാണ് ഈ പൊങ്കാലയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ കലത്തിന് പിന്നിലും ഓരോ പ്രാർത്ഥനകളാണ്, ഓരോ ആഗ്രഹ സഫലീകരണത്തിനായിട്ടുള്ളതാണ്. എവിടെ നിന്നാ വരുന്നത്? പൂക്കളൊക്കെ കൊണ്ട് കലങ്ങൾ അലങ്കരിച്ചിരിക്കുകയാണ് ഓരോരുത്തരും. അവരുടെ മനസ്സിന് അമ്മയ്ക്ക് എന്ത് നൽകിയാൽ തൃപ്തി വരും അതൊക്കെ അവർ ചെയ്യുകയാണ്. വെഞ്ഞാറമൂട് എല്ലാ വർഷവും ഇടാറുണ്ടോ? എല്ലാ വർഷവും. ഇത് പൂക്കളൊക്കെ മറ്റൊന്നും കാലത്തിലൊന്നും കണ്ടില്ല. പൂക്കള് എന്താ അത്? ദേവിയുടെ ഇതല്ലേ, അതുകൊണ്ട് ഒരു സന്തോഷം. ദേവിക്ക് എന്ത് കൊടുത്താലും മതിയാവില്ലല്ലേ? അത്രയാണ്. അപ്പോ ഈ എങ്ങനെയൊക്കെ എന്തൊക്കെ വ്യത്യസ്തമാകാം, എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ആലോചന പൊങ്കാല ഇടുന്ന ഓരോ ആളുകളിലുമുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചുകൊണ്ടുള്ള ഒരു പൊങ്കാല, ചിലർ സ്റ്റീൽ പാത്രങ്ങളിലും മറ്റും ഒക്കെ ഇടുന്ന പൊങ്കാലയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങളാണ്. ഒരുപാട് പേർ എവിടെ നിന്നാ ഈ വലിയ വെയിലായില്ലേ? രാവിലെ ഇവിടെ മഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ വന്നപ്പോ, ഇപ്പൊ നല്ല വെയില് ചൂടായാലും ഞങ്ങൾ പൊങ്കാല ഇടും അമ്മയ്ക്ക് വേണ്ടി. ചൂടാണെങ്കിലും ഞങ്ങൾക്ക് എവിടെയാ കലം? എവിടെയാ? ചിറയൻകിഴി സ്ഥലം ചിറയൻകിഴി. ഇവിടെ എവിടെയാ കലം വെച്ചിരിക്കുന്നത്? അവിടെ ബസ് സ്റ്റാൻഡില്. തീർച്ചയായും എന്തോ അപർണ, ഈ ദൃശ്യങ്ങൾ നോക്കൂ. കാലാവസ്ഥ ആകെ മാറിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. മാർച്ച് മാസമാണ്, വലിയ ചൂടുള്ള സമയമാണ്. ആ ചൂടിലേക്ക് പതിയെ മാറുകയാണ്. ഏതാണ്ട് 8:30 മണിയാകുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ രാവിലെ എത്തുമ്പോൾ നല്ല മഞ്ഞായിരുന്നു, നല്ല കുളിർമയുള്ളൊരു കാലാവസ്ഥയായിരുന്നുവെങ്കിൽ 2 മണിക്കൂറിനകം തന്നെ കാലാവസ്ഥ മാറിയിരിക്കുകയാണ്. നല്ല ചൂടിലേക്ക് വരുന്നു. നല്ല വെയിലിൽ ആളുകൾ പൊങ്കാല ഇടുന്നു. പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കിഴക്കേക്കോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ്. അവിടെ മുഴുവൻ ആളുകൾ പൊങ്കാല കലങ്ങൾ നിരത്തി 3ഉം 4ഉം വരിയായി പൊങ്കാല കലങ്ങൾ നിരത്തിയിരിക്കുകയാണ്. അവിടെ ഓരോ തരത്തിലുള്ള ഒരുക്കങ്ങളാണ്. ഒരുപാട് വിഭവങ്ങളുണ്ട്. ഏതാണ്ട് 10 വിഭവങ്ങളുണ്ട് അമ്മയെ പ്രീതിപ്പെടുത്താൻ, അമ്മയ്ക്ക് നിവേദ്യമായി നൽകാൻ. അത് 10ഉം ചെയ്യുന്നവരുണ്ട്, കഴിയുന്നത്ര ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല പല വിഭവങ്ങൾ അതൊക്കെ ഒരുക്കിക്കൊണ്ട് ആളുകൾ തയ്യാറായിരിക്കുകയാണ്. ഇനി ഏതാണ്ട് 1.5 മണിക്കൂറിന്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ
പണ്ടാരടുപ്പിലേക്ക് തീ പകരാനും അപ്പോൾ അവിടെ ഇവിടങ്ങളിലേക്കൊക്കെ തീ അടുപ്പുകളിലേക്ക് നൽകാനും ഒക്കെ ഉള്ള സമയം അത്രേ അവശേഷിക്കുന്നുള്ളൂ. ഉച്ച വെയിൽ പോലെ ശക്തമായ വെയിലിൽ അതിനെ വകവെൽക്കാതെ ആളുകൾ ഇരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.